കോഴിക്കോട് ജില്ലയിലെ സ്ട്രോങ് റൂമിൽ ബാലറ്റ് പെട്ടികൾക്ക് കാവലിരുന്ന് UDF പ്രവർത്തകർ. ആദ്യമായാണ് സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾക്ക് സ്ട്രോങ് റൂമിൽ നിരീക്ഷണത്തിനിരിക്കാനുള്ള സംവിധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയത്. പോളിംഗ് കഴിഞ്ഞെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ 25 ദിവസം കൂടി കാത്തിരിക്കണം. ഈ നീണ്ട കാലത്തിനിടയിൽ ക്രമക്കേടുകൾ സംഭവിക്കാനുള്ള സാധ്യത തടയുന്നതിനാണ് സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളെ കൂടി സ്ട്രോങ് റൂം നിരീക്ഷിക്കാൻ അനുവദിക്കണമെന്ന അപേക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലെത്തിയത്. കോഴിക്കോട് നോർത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K. ജയന്താണ് അപേക്ഷ നൽകിയത്. ജനങ്ങളുടെ പിന്തുണ വോട്ട് പെട്ടിയിലെത്തിയിട്ടുണ്ട്. ആ വോട്ട് പെട്ടിയിലെത്തിയ വോട്ടുകൾ സുതാര്യമായും യാതൊരു വിധത്തിൽ ക്രമക്കേടുകളോ യാതൊരു വിധത്തിലുള്ള കൃത്രിമത്വവും കാണിക്കാത്ത വിധത്തിൽ ഇവിടെ കൗണ്ട് ചെയ്യപ്പെട്ട് അത് പ്രതിഫലിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ കോഴിക്കോട് നോർത്തിലെ സ്ഥാനാർത്ഥി തന്നെയാണ് ഇതിനുവേണ്ടി മുൻകൈ എടുത്തതും. സ്ട്രോങ് റൂമുകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ നിരീക്ഷിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. പെട്ടിയിലായ വോട്ട് സംരക്ഷിക്കാൻ ഉറക്കമൊഴിച്ചും കാവലിരിക്കുമെന്ന് UDF പ്രവർത്തകർ. പെട്ടിയിലായ വോട്ടിൻ്റെ നിഷ്പക്ഷത അതോടൊപ്പം അതിൻ്റെ സുരക്ഷിതത്വത്തിലുള്ള ആശങ്കയാണ് അഡ്വക്കേറ്റ് ജയന്തന് ഇത്തരൊരു നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ വെക്കാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത്. അപ്പോൾ അത് കൃത്യമായി അത് ഏറ്റെടുക്കേണ്ടതുണ്ടെന്നും ഈ 25 ദിവസത്തിൻ്റെ ഇടയിൽ എന്തും സംഭവിക്കുമെന്നുള്ള കേരളത്തിലെ വോട്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ആശങ്കയാണ് വിജിലൻ്റായിട്ട് ഞങ്ങൾ 24 മണിക്കൂറും കണ്ണു തുറന്ന് ഞങ്ങളിവിടെ നിരീക്ഷിക്കാൻ തീരുമാനിച്ചത്. ചെറിയ ജാഗ്രത കുറവ് കൊണ്ട് പോലും ജനവിധി അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്ന ദൃഢപ്രതിജ്ഞയിലാണ് പ്രവർത്തകർ. മീഡിയ 1 കോഴിക്കോട്.